7, 9, 8, 9 കാലഘട്ടത്തിൽ നമ്മുടെ ഈ അതായത് ഫേസ്ബുക്ക് ഒക്കെ വരുന്നതിന്റെ ഒരു മുമ്പ് ഫോറം കേരളം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അത് കുറെ സിനിമ ആസ്പിറൻസിന്റെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ താല്പര്യമുള്ളവര്, പിന്നെ അഭിനയിക്കാൻ താല്പര്യമുള്ളവര്. അപ്പൊ അതിലൊരു ലിങ്ക് ഉണ്ടായിരുന്നു. എന്റെ ഹൈദരാബാദിലെ എന്റെ ഒരു മലയാളി ഫ്രണ്ട് എനിക്കത് അയച്ചു തന്നത്. ഭയങ്കര രസമായിരുന്നു. ആദ്യം ഫീൽ ചെയ്തു, പിന്നെ അത് എൻജോയ് ചെയ്താൽ മതി. അത് സൈജു ഗ്രൂപ്പ് വേഴ്സസ് അരുൺ വേഴ്സസ് മണിക്കുട്ടൻ വേഴ്സസ് വിനുമോഹൻ വേഴ്സസ് അങ്ങനെ കുറെ ഞങ്ങൾ ഹീറോ ആയിട്ട് വന്ന ആൾക്കാർ, നിശാന്ത് സാഗർ, അതായിരുന്നു അതിന്റെ ത്രെഡ്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേരുണ്ടായിരുന്നു. ബാക്കിയുള്ളവരുടെ പേര് ഞാൻ പറയുന്നില്ല. എനിക്ക് ആദ്യം സുപ്രീം സ്റ്റാർ എന്നായിരുന്നു അതിനകത്ത് പേര്. കളിയാക്കലാണ്, സർക്കാസം. അതിനുശേഷം അപ്പൊ അതിനകത്ത് SFA കണ്ടു, സൈജു ഫാൻസ് അസോസിയേഷൻ. അപ്പൊ അതിന്റെ SFAയുടെ ഒരു പ്രസിഡന്റ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും പെൻ നെയിമാണ്. ടിപ്പർ വാസു, ഓക്കെ, പിന്നെ അജിയേട്ടൻ, ശിവേട്ടൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പെൻ നെയിംസ് ആണ്. ഇവരുടെ ഒറിജിനൽ പേരൊന്നും നമുക്കറിയില്ല. പിന്നെ എവിടെയൊക്കെ പരിചയപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഏതൊരു പടം റിലീസായി. അപ്പൊ അതിനുശേഷം അവര് വേറൊരു പട്ടം എനിക്ക് തന്നു. ഇന്നുകൊണ്ട് സുപ്രീം സ്റ്റാർ വേറെ ഏതൊരു നടന്നു കൊടുത്തിട്ട് നവരസ നായകൻ, എല്ലാ രസവും ഒരേ സമയത്ത് മുഖത്ത് പ്രകടിപ്പിക്കുന്ന, അത് വേണ്ട ഒരു രസമായിരിക്കും, പക്ഷെ നവരസം ഒരേ സമയത്ത് പ്രകടിപ്പിക്കുന്ന പറഞ്ഞു. അപ്പൊ അങ്ങനെ നവരസനായകൻ എന്നുള്ള പേര് കിട്ടി. പിന്നെ സൈജു സാർ എന്നുള്ള പേര് കിട്ടി. ഫേസ്ബുക്കിൽ സിനിമ പാരഡൈസ് ക്ലബിലാണ് സാർ എന്നുള്ള വിളി. നമ്മുടെ പെരുമ്പാവൂരുള്ള ഒരു എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അങ്ങനെ ഒരു പേര് വന്നത്. പിന്നെ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറച്ച് പടങ്ങളിൽ ഈ പറഞ്ഞ പോലെ പ്രാരാബ്ദം, സാധാരണക്കാരനായിട്ട് ഞാൻ ഇപ്പോഴാണ് അഭിനയിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പ്രാരാബ്ദം കാര്യങ്ങളൊക്കെ എന്റെ കഥാപാത്രങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ EMI സ്റ്റാർ, ഇപ്പൊ കുറെ പേരുണ്ട്. ഇത് EMI സ്റ്റാർ, കടം സ്റ്റാർ, കടക്കണി സ്റ്റാർ, ലോൺ സ്റ്റാർ, പ്രാരംഭം സ്റ്റാർ, അങ്ങനെ അത് വെച്ച് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പേരുകളും എനിക്കുണ്ട്. ഈ പടത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഈ പടം കഴിയുമ്പോഴത്തേങ്ങനെ പെട്ടെന്ന് പെരുമാറില്ല. ഇനി കുറച്ച് കോടീശ്വരനൊക്കെ ആയിട്ട് ഒരു 3-4 പടങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പം കോടീശ്വരൻ സ്റ്റാർ ചിലപ്പോൾ വരുമായിരിക്കും. അല്ല, ഈ സുപ്രീം സ്റ്റാറിന് വിളി തുടങ്ങിയില്ലായിരുന്നു. അപ്പൊ അത് സർക്കാസം എന്ന് മനസ്സിലായപ്പോഴത്തേക്കൊന്നും ഫീൽ ചെയ്തായിരുന്നു. അന്ന് എന്റെ പ്രായം കുറച്ച് പറഞ്ഞ പോലെ 27-28 വയസ്സൊക്കെ ഉണ്ട്. അപ്പം പെട്ടെന്ന് അത് കണ്ടപ്പോഴേ അവന്റെ സുഹൃത്തിലേക്ക് ലിങ്ക് അയച്ചു തന്നത് പെട്ടെന്ന് എല്ലാവരും കൂടെ എന്നെ ബാക്കിയുള്ള ആക്ടേഴ്സ്, നമ്മൾ ഹീറോ ആയിട്ട് വന്ന സക്സസ്ഫുൾ ആകാത്ത കുറെ പേരെ വെച്ച് ഇങ്ങനെ വെറുതെ കളയാക്കല. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷെ അതിനുശേഷം ഇത് യൂസ് ടു ആയി. അപ്പൊ ഇത് ഭയങ്കര രസമായി. പിന്നെ അന്ന് എല്ലാ ദിവസവും രാവിലെ എണീറ്റാല് അന്ന് മൊബൈലിൽ ആക്സസ് ഇല്ല, ഈ ഇതൊന്നും ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ലാപ്ടോപ്പിൽ GPRS കണക്ട് ചെയ്തിട്ട് ഏറ്റവും ആദ്യം ഗൂഗിൾ ചെയ്യുന്നത് ഈ ഫോറം കേരളത്തിന്റെ ആ പേജാണ്. അപ്പൊ ഒരു 2 പേജ് വീണ്ടും എന്താണ് രാത്രിയൊക്കെ ആയിട്ട് ആൾക്കാരെ കമന്റ്സ് ഇട്ട് കാണും. അതൊക്കെ വായിക്കാൻ ഭയങ്കര രസമായിരുന്നു. അതങ്ങനെ അങ്ങനെ പിന്നെ നമ്മള് when we are working in the media, so criticism will be there. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒന്നില്ല നമ്മൾ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ ക്രിറ്റിസിസം അവരെന്തിനാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത് നമ്മൾ ആലോചിക്കുക. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പം നവരസ നായകൻ എന്നുള്ളത് എനിക്ക് അവര് ഒരു പട്ടം തന്നത് സർക്കാസമാണ്. അപ്പൊ അതിനകത്ത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പട്ടം കൊടുത്തതെന്ന്. അതായത് ഒരു വികാരം കാണിക്കേണ്ട സമയത്ത് 9 വികാരങ്ങൾ കാണിച്ചുകൊണ്ടാണ്. ഒരു രസം കാണിക്കുന്ന സ്ഥലത്ത് 9 രസങ്ങൾ കാണിച്ചു എക്സ്ട്രാ. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലതാണ്, പക്ഷെ ഓഡിയൻസ് നല്ലതല്ല. അതാണ് പ്രശ്നം. ഒരുപാട് പണ്ട് വന്നിട്ടുണ്ട് ഈ ഫേസ്ബുക്കിന് മുമ്പ്. അപ്പൊ അന്ന് കുറച്ചും കൂടി ഒരു പേഴ്സണൽ ഇതിനകത്തേക്ക് അധികം അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ആ ഫോട്ടോ ആക്റ്റീവായിരുന്നു. ഇപ്പൊ ഫേസ്ബുക്കില് ഇപ്പോഴത്തെ ഒരു സമയത്ത് എല്ലാവരെയും ഒരു പേഴ്സണൽ ഹാരാസ്മെന്റില് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആക്ച്വലി ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഫോളോവേഴ്സ് എനിക്ക് അറിയില്ല എന്താ കുറഞ്ഞു വരുന്നത്. അതായത് ഇപ്പൊ എനിക്ക് 1 ലക്ഷം പേരാണ് ഫോളോവേഴ്സ് എങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ 98,000 മാറുന്നു. ഇത് എന്താണ് പരിപാടി എന്നറിയില്ല. അപ്പം ഞാനപ്പോ അന്വേഷിച്ചു.
അപ്പൊ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് നമ്മൾ ഈ റെഗുലർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കണം. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ പറഞ്ഞു കേട്ടത് ടൈറ്റിൽ ഒന്നും ഈ എഴുതാത്ത ഫോട്ടോസാണ് കൂടുതൽ റീച്ച്. പിന്നെ നമ്മൾ റീൽസ് ചെയ്യണം. അപ്പം റീൽസ് ഒന്നും എന്റെ അങ്ങനെ ഏരിയ അല്ല. എനിക്ക് ഞാൻ ചീഞ്ഞു പോകും റീൽസ് ഒക്കെ ചെയ്തത്. അപ്പൊ അത് കാരണം അതൊന്നും പറ്റില്ല. എന്റെ മോള് ഇപ്പൊ ചെയ്യുന്നുണ്ട്, അവള് കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ടർ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് കുട്ടികളെ കാണും, പക്ഷെ നമ്മളത് റെഡി ആയിക്കോളൂ. അപ്പം ആ ഒരു ഏരിയ ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്റെ സിനിമകൾ മാത്രം പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയ വച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോ എന്റെ പോസ്റ്റുകൾ എന്താ അറിയാം, ഞാൻ എന്റെ ഫാമിലി പിക്ചേഴ്സ് പോലും പോസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളൂ. എന്റെ സിനിമ പേരെഴുതാത്ത ഫോട്ടോസ് പോലും വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും എന്റെ ഫോളോവേഴ്സ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. എന്നാൽ മറ്റേ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കാണുന്നുണ്ട് 150 പീപ്പിൾ ഫോളോ ചെയ്യുന്നു. പക്ഷെ 1000 കുറയ്ക്കണം അപ്പോഴത്തേക്ക്. ഇത് എന്താണ് ഇത് മായാജാലം എനിക്ക് ഇതിനായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മുടെ ഞാനതുകൊണ്ട് കൂടുതൽ കീനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല. പിന്നെ ഫോറം കേരള പോലത്തെ അത് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ നിങ്ങളൊക്കെ തുറന്നു കൊടുത്തത്. അതിൻ്റെ അകത്ത് ഈ സർക്കാസം മാത്രമേ ഉള്ളൂ, അങ്ങനെ തെറിവിളി അങ്ങനത്തെ ഉള്ള പരിപാടിയൊന്നുമില്ല. വളരെ മാന്യമായിട്ട് അവര് കളിയാക്കും. അതിൻ്റെ അകത്ത് ഇപ്പം നമ്മുടെ രോഹിത് VS ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മുടെ കളയുടെയൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നല്ല. ചിലപ്പോ ഈ പെന്നേമായതുകൊണ്ട് രോഹിത്തിന്റെ പേരും വേറെന്തോ ആയിരുന്നു. ഇപ്പൊ ഈ ടിപ്പർ വാസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് ശരിക്കും സജിൻ എന്നാണ്. അപ്പൊ ഇവര് അന്ന് ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവരുമായിട്ട് പരിചയപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ അതില്ലെന്ന് തോന്നുന്നല്ലേ. അതിൻ്റെ അകത്ത് ആ ലിങ്ക് ഇല്ലേ, ഈ സൈജു വേഴ്സസ് ഇങ്ങനെ കുറെ നടന്മാരുടെ പേര്, അതാണ് ആദ്യമായിട്ട് 5000 പേജ് കംപ്ലീറ്റ് ആയത്. എന്നിട്ട് അതിന്റെ ഒരു കേക്ക് കട്ടിങ് സെറമണി ഒക്കെ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ വെച്ച്. അതൊക്കെ ഫോട്ടോസ് ഒക്കെ കഴിച്ചു തരുന്നത്.